സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹൃദയത്തിൽ വേദനയുണ്ടാകുമ്പോൾ, നിങ്ങൾ ചിന്തിക്കാത്തതായ നനയ്ക്കാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം, ദുഃഖമുണ്ടാകുമ്പോൾ, സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാകുമ്പോൾ അനേകം ആളുകൾക്ക് സഹിക്കാൻ കഴിയില്ല. കരയുന്ന ആളുകൾ ആ സമയത്ത് വിപരീതമായിട്ട് പ്രവർത്തിക്കാനിടയാകും. നമുക്കത് വായിക്കാം. ദയവ് ചെയ്ത് കരഞ്ഞ ആളുകൾ എന്താണ് ചെയ്തത് നമ്മൾക്ക് വായിക്കാം. ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ജനമെല്ലാം ഇവിടെ കരയുകയാണ്. ദാവീദിന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുപാട് ദുഃഖിച്ച് വേദനിച്ച് നിലവിളിച്ച് അവസാനം അവരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, ഇവൻ കാരണമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്, ഈ ദാവീദ് കാരണമാണ് ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞിട്ട് ജനം എല്ലാവരും ചേർന്നിട്ട് അവനെ കല്ലെറിയുന്നതിന് അവന്റെ നേരെ തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അബ്ബാ, എന്തൊരു സാഹചര്യമായിരിക്കും അതപ്പോൾ, എന്തൊരവസ്ഥയായിരിക്കുമല്ലേ? നിന്നെ ആശ്വസിപ്പിക്കേണ്ടുന്ന ആളുകൾ തന്നെ നിന്നെ ദുഃഖിപ്പിക്കുകയാണ് എങ്കിൽ, നിന്നെ എഴുന്നേൽപ്പിക്കേണ്ട ആളുകൾ തന്നെ നിന്നെ തള്ളിയിട്ടാൽ എന്തൊരവസ്ഥയായിരിക്കും ആ സാഹചര്യത്തിൽ? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ദാവീദിന് നേരെ തിരിഞ്ഞ സമയത്ത് ദാവീദ് അവരുമായി യുദ്ധം ചെയ്ത് 10 പേരെ കൊന്നെന്നാണ് പറയുന്നത്. അവരെ എതിർത്തുവെന്നാണോ പറയുന്നത്? എന്താണ് പറയുന്നത്? ബൈബിളിൽ പറയുന്നു, ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എന്താണ്? ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുവാനിടയായി. എത്ര വലിയ പ്രതികൂലമായിട്ടും ദൈവത്തിൽ അവൻ പ്രത്യാശ വയ്ക്കുവാനിടയായി. എന്റെ ദൈവം ജീവിക്കുന്നു. ലോകം മുഴുവനും എനിക്കെതിരായി തിരിഞ്ഞാലും എന്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും. എന്റെ സ്വന്തക്കാർ എനിക്കെതിരായി നിന്നാലും, എന്റെ ബന്ധുക്കൾ എനിക്കെതിരായിട്ട് നിന്നാലും, ലോകം മുഴുവനും എനിക്കെതിരായിട്ട് തിരിഞ്ഞാലും എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എനിക്കത് മതി എന്ന ധൈര്യത്തോടെയായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര ധൈര്യമാണെന്നറിയാമോ? കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര പ്രത്യാശ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ കൂടി പറയുവാനിടയായത്. അഗ്നിയിൽ കൂടി നടന്നാലും വെള്ളത്തിൽ കൂടി നടന്നാലും എനിക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. എന്റെ പിതാവ് അനുവദിക്കാതെ എന്റെ നേരെ ആരും നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. ഹബ്ബ, എന്തൊരു വിശ്വാസമാണിത്! ചിലർ ഭയപ്പെടുകയാണ്, അയ്യോ, അവർ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ, എന്നെ ഉപദ്രവിക്കുവാനിടയാകുമോ, എനിക്കെന്തെങ്കിലും ദോഷം ചെയ്യുമോ, എനിക്കെതിരായിട്ട് തിന്മ ചെയ്യുമോ, എന്നെ കൊല്ലുമോ എന്നുള്ളതായ ഒരു തരത്തിലുള്ള ഭയമാണ് ഇന്ന് അനേകർക്കുള്ളത്. അനേകർക്ക് അങ്ങനെയാണ്. ഒരാൾ നന്നായിട്ട് പാടുന്ന സമയത്ത്, അയ്യോ, എന്നെക്കാൾ നന്നായിട്ട് പാടുന്നുണ്ട്, എന്നെക്കാൾ നന്നായിട്ട് പാടുന്നുണ്ട്, അവൻ എന്നെക്കാൾ നന്നായിട്ട് പാടുന്നുണ്ട് എന്നുള്ള അസൂയാണ്. എന്നെക്കാൾ കൂടുതൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഭയമാണ് അവർക്കുണ്ടാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ദൈവം എനിക്ക് തന്നിട്ടുള്ള ആളുകൾ മീറ്റിങ്ങിന് വരുവാൻ ഇടയാകും. ദൈവം നിനക്ക് നൽകാമെന്ന് പറഞ്ഞ ജനത്തെ നീ എന്തുകൊണ്ടാണ് ഒരുക്കിയെടുക്കാത്തത്? ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം നടക്കാനിടയാകും. മനുഷ്യരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവം നിന്നെ കൈവിടില്ല. എല്ലാവരും എതിർത്തപ്പോൾ ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനിടയായി. അവന്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. തന്റെ ഭാര്യമാരെക്കുറിച്ചും തന്റെ പുത്രിപുത്രന്മാരെക്കുറിച്ചും ദുഃഖമുണ്ട്. അപ്പോഴും അവൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നമുക്കുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഏഫോദ് എടുത്തുകൊണ്ടുവരുവാൻ പറഞ്ഞ് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാം, ഈ അവസ്ഥയിൽ ദൈവം എന്ത് പറയുന്നുവെന്ന് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നതായ സന്ദർഭങ്ങളിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവേ, ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് സംസാരിക്കേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? ആരോട് പോയി പറയണം എന്ന് പറഞ്ഞ മുഴങ്കാലിൽ ഇരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും വീണുപോകില്ല. മനസ്സിലായ? മുഴങ്കാലിൽ ഇരിക്കുന്ന വ്യക്തികൾ വീണുപോകില്ല. ആ ബലഹീന സമയത്ത് നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ താഴെ വീണു പോകാനിടയാകും, താണുപോകാനിടയാകും. ദാവീദ് എല്ലാവരെയും കൂട്ടിവരുത്തിയിട്ട് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുവാനിടയായി.
ദൈവം എന്ത് പറയുന്നുവെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാം ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാത്തതായ ആപത്തുകൾ, അപകടങ്ങൾ, ദുഃഖങ്ങൾ, നാം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാനിടയാകും. പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയാകും. പെട്ടെന്ന് നീ സ്നേഹിച്ചതായ ആളുകൾ നിനക്കെതിരെ തിരിഞ്ഞേക്കാം, നിനക്ക് ദോഷം ചെയ്തേക്കാം. നീ അനുകൂലമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞേക്കാം. നിന്റെ പണം തട്ടിയെടുത്തേക്കാം, നിന്റെ വസ്തുവകകൾ തട്ടിയെടുത്തേക്കാം, നിനക്ക് തിന്മ പ്രവർത്തിച്ചേക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? ചിലർ പറയാറുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ കോടതിയിൽ പോകണം. അതിനെയൊന്നും ആവശ്യമില്ല. സകലത്തിനും ന്യായാധിപനായിരിക്കുന്ന ദൈവസന്നിധിയിൽ ചെല്ലുക. എനിക്കു നഷ്ടമായതെല്ലാം തന്നെ എന്റെ കർത്താവ് തിരികെ നൽകുമെന്ന് വിശ്വസിക്കുക. കർത്താവേ, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അമ്മായിമ്മയോടുള്ള ദേഷ്യം ഭർത്താവിന് മേൽ കാണിച്ചെന്നാണ് ചിലർ പറയുന്നത്. നോക്കുക, എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം സാധാരണ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് ആദ്യം പോയി വഴക്ക് പറയുന്നത്? പറയൂ സഹോദരി, നിന്നെയല്ലയോ? ഒന്നുകിൽ അമ്മയെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഭാര്യയെ. കല്യാണം കഴിയാത്ത വ്യക്തിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് നിങ്ങൾ കാരണമാണെന്ന് പറയും. അങ്ങനെ കുറ്റപ്പെടുത്താൻ ഇടയാം. കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഭാര്യയെ പിടിച്ചിട്ട് നീ കാരണമാണെന്ന് പറയാനിടയാം. ശരിയല്ലേ? ഓഫീസിൽ ഒരു ദിവസം ഓഫീസർക്ക് വലിയ കോപം വന്നിട്ട് ഫയൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നേരെ ക്ലർക്കിനെ വിളിച്ചിട്ട് ആ ഫയൽ എടുത്തിട്ട് അവൻ്റെ തലയ്ക്കിട്ടെറിയാനിടയായി. അയാൾ ആ ഫയലും എടുത്തിട്ട് നേരെ വീട്ടിൽ പോകാനിടയായി. നേരെ വീട്ടിൽ ചെന്നു, ഭാര്യയുടെ അടുത്ത് ചെന്നു. ഭാര്യ ചോദിച്ചു, എന്താണ് അങ്ങയുടെ മുഖം ഇങ്ങനെയായിരിക്കുന്നത്? എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് ആ ഫയൽ എറിയാനിടയായി. ആ സമയത്ത് കൊച്ചുകുഞ്ഞ്, അമ്മേ വിശക്കുന്നമ്മേ, അമ്മേ ചോറുതാമെന്ന് പറഞ്ഞപ്പോൾ അവള് ദേഷ്യപ്പെട്ട്, നീ മിണ്ടാതിരിക്കും, നീ കാരണമാണിതെല്ലാം എന്ന് പറഞ്ഞു. കുഞ്ഞ് ഹേ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ കുഞ്ഞ് കരഞ്ഞ് മുമ്പോട്ട് ചെന്ന സമയത്ത് അവിടെ ചെറിയ പൂച്ചക്കുഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുഞ്ഞ് ചെന്നിട്ട് അതിന്റെ തലയ്ക്കിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു. അത് മ്യാവും മ്യാവെന്ന് പറഞ്ഞ് കരഞ്ഞ്. നോക്ക്, ഓഫീസിൽ ആരംഭിച്ചതായ പ്രശ്നം പൂച്ചയുടെ മേൽ വന്ന് നിൽക്കാനിടയായി. നോക്കുക, നാം ചെയ്ത തെറ്റിന് നാം പശ്ചാത്തപിക്കേണ്ടതായ സമയത്ത് അത് മറ്റുള്ളവരുടെ മേൽ എന്തിനാണ് നാം കൊണ്ട് വിൽക്കാനിടയാകുന്നത്? നീ കാരണമാണ് നിങ്ങൾ പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത്? ശരിയാണെന്ന് പറയുമോ? യേശുവിന്റെ മക്കളാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയും. യഥാർത്ഥമായും ദൈവാത്മാവുള്ള വ്യക്തിയാണെങ്കിൽ പറയും, ആ ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ കാരണമാണിതെല്ലാം. നീ ദരിദ്രവാസിയാണ്, ആ ശരി, ഞാൻ അങ്ങനെ തന്നെയാണ്. നീ ഒന്നിനും കൊള്ളാത്തവളാണ്, അതെ ഒന്നിനും കൊള്ളാത്തവൾ തന്നെയാണ്. ആ നിനക്ക് നാണമില്ലേ? നാണമില്ല. നിങ്ങൾ ആദ്യം ആഹാരം കഴിക്കും, നല്ല കറിയാണിത്. അപ്പോൾ തന്നെ ആ വഴക്കങ്ങനെ അവസാനിക്കാനിടയാകും. എന്നാൽ നിനക്ക് നാണമില്ല, ആ നിങ്ങൾക്കാണ് നാണമില്ലാത്തത്, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകാൻ തുടങ്ങിയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ, നിന്റെ ഭർത്താവ് ദോഷമായി പ്രവർത്തിക്കുമ്പോൾ നീ നന്മയ്ക്കായിട്ട് ചെയ്യുക. മറ്റു വ്യക്തികൾ ഭോഷമായി സംസാരിക്കുകയാണെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുക. അനുയോജ്യമായിട്ടുള്ളതായ മറുപടി എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരാനിടയാകും. അസഹ്യമായ വാക്ക് കോപത്തെ വർദ്ധിപ്പിക്കുന്നു, മൃദുവായ വാക്കോ കോപത്തെ ശമിപ്പിക്കുന്നു. ദാവീദ് ഇവിടെ മൃദുവായിട്ട് സംസാരിക്കാനിടയായി. അല്ലാതെ നിങ്ങളെന്താണ് എന്നെ കുറ്റം പറയുന്നത്? എന്റെ ഭാര്യയും മക്കളും പോയിരിക്കുകയാണ്, എന്റെ മേൽ കുറ്റം പറയുന്നതോ? ഗോലിയാത്തിനെ തട്ടിയതുപോലെ നിങ്ങളെയും ഞാൻ തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാകുമായിരുന്നു. എന്താണ്? എന്നാൽ അവൻ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, എത്ര വലിയ ദുഃഖമാണിത്, എങ്ങനെയാണ് ഞങ്ങളിത് സഹിക്കേണ്ടത്? ഈ കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിന്റെ മക്കൾ എങ്ങനെയാണ് സഹിക്കുന്നത്? എന്റെ കുടുംബം മാത്രമല്ലല്ലോ, ഇത്രയും ആളുകളുടെ കുടുംബം പോയല്ലോ, എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് നിലവിളിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പിന്തുടർന്നാൽ നിന്റെ ശത്രുവിനെ നീ ജയിക്കുമെന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, എല്ലാവരും കരച്ചിൽ നിർത്തുക, ഇനി കരഞ്ഞിട്ട് പ്രയോജനമില്ല, നമുക്ക് നമ്മുടെ ശത്രുവിനെ പിന്തുടർന്ന് ജയിക്കാമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ആ വചനത്തിൽ കാണുവാൻ കഴിയും. അവരോട് എന്താണ് പറഞ്ഞത്? പിന്തുടരാമെന്ന് പറഞ്ഞു. അത്രയുള്ളൂ. നേരിടുവാനിടയായി. വചനത്തിൽ കാണുവാൻ കഴിയും, ദൈവം അവിടെ അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തി. ഇവരുടെ ഭാര്യമാരും മക്കളും ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ. ദൈവചിത തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ദുഃഖത്തെ പകരുക. കർത്താവേ, എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? ഞാനൊരു മദ്യപാനിയായിരിക്കുന്നു, എന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചിരിക്കുകയാണ്, ഈ ദുശീലം എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ലപ്പാ, എനിക്ക് തിരികെ ഒരു സാധാരണ വ്യക്തിയാകാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി
വായി തുറന്നുകൊണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ ഭാരം എന്താണെന്ന് അവനോട് പറയുക. നിന്റെ വേദന എന്താണെന്ന് അവനോട് പറയുക. ആരോ പറഞ്ഞതിനെ ഓർത്ത് നീ നിരാശപ്പെടുന്നു. ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അവരോട് കോപിക്കുന്നു, അവരോട് വിദ്വേഷം കാണിക്കുന്നു. ദൈവസന്നിധിയിൽ അനുതപിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു ദോഷവും സംഭവിക്കില്ല. പിശാചെന്നെ കവർച്ച ചെയ്യാൻ പരിശ്രമിച്ചാലും എൻ്റെ കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുവാൻ മതിയായവനാണ്. എൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയിൽ ഞാൻ ധൈര്യപ്പെടുകയാണ്. എനിക്ക് വേണ്ടി പ്രാണനെ തന്നിരിക്കുന്ന എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് വായ് തുറന്ന് നിങ്ങളുടെ കർത്താവിനോട് പറയുക. കർത്താവേ, എൻ്റെ ദുഃഖം ഇതാണ്, എൻ്റെ വേദന ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ഭാരം ഇതാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എനിക്ക് ആശ്രയം ആരുമില്ല, എന്നെ സഹായിക്കണമേ എന്ന് വായ് തുറന്നുകൊണ്ട് നിങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവൻ കേൾക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. സ്വർഗത്തിൽ നിന്ന് അവൻ പ്രാർത്ഥന കേൾക്കും. നിനക്കവൻ ഉത്തരമരുളും, നിന്നെ ബലപ്പെടുത്തുവാനിടയാകും. അവൻ നിന്റെ കൂടെയിരിക്കും. അവൻ നിന്നെ ആശ്വസിപ്പിക്കും. നിനക്ക് നഷ്ടമായതെല്ലാം അവൻ തിരികെ നൽകാനിടയാകും. അവനിൽ പൂർണ്ണമായി വിശ്വസിക്കൂ. ഈ കർത്താവിൽ വിശ്വാസം അർപ്പിക്കൂ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, എത്രയോ തവണയിൽ ഹൃദയം തകർന്ന അവസ്ഥയിൽ, അതുപോലെ പ്രതികൂലത്തിന്റെ കെണിയിൽ അകപ്പെട്ടതായ സമയത്ത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ, ശാരീരിക രോഗങ്ങളിൽ, വിശ്വസിച്ച ആളുകൾ വഞ്ചിച്ചു കളഞ്ഞതായ അവസ്ഥകളിൽ, ഉണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത്, ഉണ്ടായിരുന്ന ആ ജോലിയിൽ പ്രതികൂലമുണ്ടായതായ സമയത്ത്, ആരംഭിച്ചതായ ബിസിനസ് നഷ്ടം വന്നതായ സമയത്ത് നിരാശപ്പെട്ടു പോകുന്ന കർത്താവേ, മനസ്സിൽ ഭാരപ്പെടുകയാണ് കർത്താവേ, സഹിക്കുവാൻ കഴിയുന്നില്ല, നീ കാരണമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതായ ഈ അവസ്ഥയിൽ നിന്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് നീ അനുവദിച്ചത്? കർത്താവേ, ഈ പോരാട്ടത്തെ നേരിടുവാനുള്ള ശക്തി നൽകണമേ. ഈ പ്രതികൂലത്തെ ജയിക്കുവാൻ ആവശ്യമായ ബലം നൽകണമേ. ഈ അവസ്ഥയിൽ നീ എന്നെ വിട്ടുകളയരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. മനുഷ്യരെല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത യേശു, മനുഷ്യർ എല്ലാവരും സഹായിക്കാൻ വേണ്ടി വന്നെങ്കിലും അവർക്ക് കഴിയാത്തതായ അവസ്ഥയിലാകുന്നു. എന്നാൽ സകലത്തിനും മതിയായവനായ നിങ്ങളിലേക്ക് നോക്കുവാൻ സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കളെല്ലാം ദർശിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ഏതൊക്കെയാണ് വേദനകളുള്ളത്? അവരുടെ ഹൃദയത്തിലെ നിരാശകൾ എന്താണ്? അവരുടെ മനസ്സിലെ ഭാരങ്ങൾ എന്തൊക്കെയാണ്? ഓരോ കുടുംബത്തിലെയും പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതായ ഒരു ദൈവമാണ് നീ. ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. നിന്റെ ഹിതപ്രകാരം നടത്തണമേ. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തന്നെ ഇരട്ടിയായിട്ട് നേടിയെടുക്കാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. ഈ ദിവസം നിന്റെ വിലയേറിയ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് അയക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ